ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? മഴ വീണ്ടും എത്തി. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. കൊച്ചു കുട്ടികൾ മാത്രമല്ല, പ്രായമായവരൊക്കെ വെള്ളത്തിൽ കുളിക്കാനും കളിക്കാനും ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. വീട്ടിലുള്ളവർ കരുതലായിട്ടിരിക്കുക. എനിക്കെന്തോ ഒരു 2-3 ദിവസമായിട്ട് തീരെ സുഖമില്ല. എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ വല്ലപ്പോഴും നമ്മളെ തേടി അതിഥികളെ പോലെ ഇങ്ങനെ കുറച്ച് പേര് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. ഇന്നലെ കുഞ്ഞിന് വയ്യാണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു വൈകിട്ട്. ഇന്ന് തീർത്തും ഞാൻ കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു. പക്ഷേ അമ്മയ്ക്കും കുഞ്ഞിനും എന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ ഞാൻ ആക്റ്റീവായിരുന്നു കേട്ടോ. ഇന്നലെ ഇപ്പോൾ കുഞ്ഞിനെ മേല് തുടച്ചിട്ടുള്ളൂ. അതൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റും. ഇന്നും കുളിപ്പിച്ചിട്ടില്ല. തുടച്ചിട്ടുള്ളൂ. കഴുത്തൊക്കെ തുടയ്ക്കണമല്ലോ, അപ്പോൾ തുടച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്നും എൻ്റെ ഒരു വലിയ ആവശ്യകത വന്നിട്ടില്ല. രാവിലെ എഴുന്നേറ്റു, ചായ ഉണ്ടാക്കി, വെള്ളപ്പം ഉണ്ടാക്കി, സാമ്പാർ വെച്ചു, ചോറ് വെച്ചു, കുറച്ച് പാത്രം കഴുകി. ഇതാണ് ഇന്ന് ഞാൻ അടിച്ചു വാരി കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് രാവിലെ. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആകെ തകർന്ന് തരി ആയി. എന്താണ് പ്രശ്നം എന്നൊന്നും അറിയത്തില്ല. എപ്പോഴും കിടക്കണം തോന്നുക. കിടക്കാണ് അങ്ങനെ. അപ്പോൾ ഇത്തിരി മുമ്പാണ് എഴുന്നേറ്റിട്ട് വീണ്ടും ഒന്ന് കുളിച്ചു. അപ്പോൾ ഇവിടെ ഞാനുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ പിടിക്കണം തോന്നി. അങ്ങനെ വന്നു. നല്ല മഴയാണ്. എപ്പോഴും ഞാൻ പറയുന്നു, സേഫായിരിക്കുക. എല്ലാ മരക്കമ്പുകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ KCB ലൈനൊക്കെ പോയ ഭാഗമൊക്കെ ആണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. ലൈൻ കമ്പികളൊക്കെ എവിടെയെങ്കിലും പൊട്ടിത്തകർന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം. പിന്നെ പ്രത്യേക വിശേഷം എന്ന് പറയാൻ, നമ്മുടെ ഓംകാരൻ്റെ മൂത്ത പേരക്കുട്ടി പുതിയ സ്കൂളിൽ പോയി തുടങ്ങി. അംഗൻവാടിയിലായിരുന്നല്ലോ അവൻ എൻ്റെ കൂടെ. പിന്നെ ഇപ്പം ഞാൻ ലീവ് എടുത്ത ഒരു 4 മാസം അവനെ ഞാൻ മിസ് ചെയ്തു. പുതിയ ടീച്ചർ വന്നു, ആ കൂടെയായിരുന്നു. പിന്നെ ഇപ്പോൾ പുതിയ വേറെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പള്ളിവക മഠം വക ഒരു ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ, നസ്രത്ത് എന്ന പേരായിട്ട്. ചെന്നപ്പോൾ തൊട്ട് അവനെ കൊണ്ട് പരാതികളാണ്. ഒരു കുട്ടി പെൺകുട്ടീനെ തട്ടിയിട്ടു. ഇന്നലെ വൈകുന്നേരം കുട്ടീനെ കൊണ്ട് പേരൻസ് ഹോസ്പിറ്റലിൽ പോയി. കൈക്ക് എക്സ്റേ ഒക്കെ എടുത്തു. ചതവുണ്ട്, കുട്ടിക്ക് നല്ല വേദനയുണ്ട്. ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ കൊണ്ടാക്കാൻ ചെന്നപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഒരു കുട്ടിയുടെ കവിളത്ത് പിടിച്ച് കടിച്ചിട്ട് ഫോട്ടോ ശൈലയ്ക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയുള്ള വികൃതി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറയണത് അവർ വെറുതെ കുറുമ്പ് കാണിക്കണതാണ്, ഞാൻ നല്ല കുട്ടിയാന്ന് പറഞ്ഞു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്കിലും പക്ഷേ കൂട്ടത്തിൽ കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആയി മാറിപ്പോകും. അതിനി പതുക്കെ മാറി വരണം. കുറേ പഠിക്കാനുണ്ടോ, കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇംഗ്ലീഷ് മീഡിയം LKG സ്കൂളല്ലേ, കുറേ പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ അങ്ങോട്ട് പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുറുമ്പുകളൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ 2 ലേഡീസ് കുട്ടികളെ നോക്കാൻ തന്നെയുണ്ട്. അവരൊക്കെ ഈ സമയത്ത് എന്ത് ചെയ്യാണോ അറിയില്ല. കുറേ അധികം കുട്ടികളുണ്ടായിട്ട് കുറേ ക്ലാസ്സുകളൊക്കെയുള്ള ഒരു നഴ്സറി സ്കൂളായിരുന്നു അത്. പിന്നെ കോവിഡിൻ്റെ സമയമായപ്പോൾ അവരത് നിർത്തി. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അധികം കുട്ടികളൊന്നുമില്ല, ഒരു 10-15 കുട്ടികളൊക്കെ ഉള്ളൂ. അവരെ ഒന്ന് നോക്കി അവരെന്താ ചെയ്യണമെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത 2 പേര്. എന്ത് പറയാനാണ്, 10-15 പിള്ളേരെയൊക്കെ നോക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പരസ്പരം ഇവർ കുറുമ്പ് കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് നോക്കി അവരെ അതിൽ നിന്നൊക്കെ മാറ്റി. പിന്നെ പല്ലി ചരയ്ക്കുന്നു. പിന്നെ ഇവരെ നമ്മൾ പേടിക്കേണ്ട കാര്യം വെച്ചാൽ ഇവർ സ്വയം വീണിട്ടും അങ്ങനെയൊക്കെ കുറേ ക്ഷതങ്ങളൊക്കെ കുട്ടികൾക്ക് പറ്റാൻ ഉള്ള സാധ്യതയുണ്ട്. തലയടിച്ചൊക്കെ വീഴുകയൊക്കെ ചെയ്യും. അതൊക്കെ അവർ മിണ്ടാതിരിക്കുക. അല്ല, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അംഗൻവാടികളിലൊക്കെ കുറച്ച് കാലം മുമ്പ് എവിടെയോ നടന്ന സംഭവം, ജനലിൽ കയറിയിട്ട് താഴേക്ക് വീണത്. അതൊക്കെയാണ് എനിക്ക് ഇവനെക്കുറിച്ചുള്ള ആകുലതകളും അപരാധികളും. രാവിലെ ഞാനിങ്ങനെ
പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു മോൻ പോയ സമയത്ത്, സ്കൂളിലേക്ക് പോയ സമയത്ത്. തന്നെത്താൻ ഒരാപത്തിലും പെടാതെ, അതേപോലെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കാതെയൊക്കെ ദൈവമേ ഇന്നൊരു ദിവസം എന്ന് വിചാരിച്ചപ്പോഴാണ് ശാലിനി രാവിലെ സ്കൂൾ വണ്ടിയിൽ വിടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ജോലിക്ക് ശാലിനി പോണ സമയത്ത് ഇവനെ അവിടെ ഇറക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് അവിടുത്തെ സിസ്റ്റേഴ്സാണ് ടീച്ചേഴ്സ് അവർ ഇങ്ങനെ പറഞ്ഞത് ഇവൻ്റെ കുറുമ്പിനെ കുറിച്ച്. നമുക്കറിയാലോ ഇവൻ്റെ കുറുമ്പ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഞാനതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും ശാലിനോട് പറയാൻ നിന്നില്ല. ഞാൻ എന്താ പറയുക, ഒന്നും പറയാനില്ല. അപ്പോൾ അടിയൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കാലിന് മുട്ടിന് താഴേക്കോ മുട്ടിൻ്റെ അവിടെ ഇങ്ങോട്ടൊക്കെ അടി കൊടുത്തു. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, കാരണം കുറുമ്പ് കാണിച്ചിട്ടാണ് അടിക്ക് അത്യാവശ്യം. അങ്ങനെ അവൻ്റെ ഒരു പുതിയ സ്കൂൾ അധ്യയന വർഷം ആരംഭിച്ചു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഉറക്കത്തിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട്. അത് ഒരു വിഷമമാണ്, കാരണം ആൾ പാവാണേ, പാവം കുട്ടി. അവനും ഈ സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ, ശുദ്ധ പാവമായിരുന്നു. 10 മാസം അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് അനക്കമില്ലാതെ കിടന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവൻ്റെ അമ്മായി വന്ന് വയറ്റിൽ തോണ്ടിയാൽ മാത്രമേ അവനൊന്ന് അനങ്ങി തിരിഞ്ഞു വരുള്ളൂ. അല്ലെങ്കിൽ അനങ്ങാതെ നിശബ്ദനായിട്ട് അമ്മയുടെ വയറ്റിൽ കിടന്ന അമ്മേനെ കഷ്ടപ്പെടുത്താണ്ട് ഒരു 90 ദിവസമൊക്കെ അവിടെ നിന്നപ്പോഴോ സമയത്തൊക്കെ വളരെ ശാന്തശീലൻ. ഇങ്ങനെ ഒരു കുട്ടി ആ വീട്ടിലുണ്ടോ എന്ന് അയൽവക്കക്കാരോ ഒന്നും അറിഞ്ഞിട്ടില്ല. അത്ര മര്യാദരാമനായിരുന്നു. പക്ഷേ കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മഹാവില്ലനായിട്ട് മാറുക. അപ്പോൾ ഇതും പെൺകുട്ടി അങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക്. ഇപ്പം പാവാ, ആളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് നടന്നു കൊടുത്താൽ മതി. പാമ്പേഴ്സൊക്കെ നനയുമ്പോൾ അത് മാറ്റി കൊടുക്കുക. അല്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നം, ഉറക്കത്തിൽ കിടന്ന് ഉറങ്ങില്ല, ഞാനെങ്കിലും മുകളിൽ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാകാം കുട്ടിക്ക് എന്തോ ഒരു ഇറിറ്റേഷനായിട്ട് സംഭവം ഉണ്ട് എന്ന്. അപ്പോൾ അത് കൈകാര്യം ചെയ്ത് കൊടുത്താൽ പിന്നെ ആൾ ഡീസൻ്റായി. കുറച്ച് കഴിയുമ്പം ഇതും ഈ ഞാനൂല് പത്തി വിടർത്തുന്ന പോലെ പത്തി വിടർത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ സുഖമാകും, ഉഷാറാകും, സടകുടഞ്ഞെഴുന്നേൽക്കും എന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ നടക്കട്ടെ. കണ്ണുകൾക്കൊക്കെ ഭയങ്കര തളർച്ച. അപ്പോൾ വീണ്ടും കാണും.